ഹായ് ഗേൾസ്, ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാം. പക്ഷേ നമ്മുടെ ലൈഫിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ വീഡിയോസ് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ സോറി ചോദിക്കണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിവാഹത്തിന് തയ്യാറാകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളുടെ മാതാപിതാക്കളും കൂടി ഇത് ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ലൈഫിൽ നമ്മുടെ ആത്മാഭിമാനത്തെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. നമ്മൾ മാരേജിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബേസിക് സ്റ്റഡീസ് അല്ലാതെ, അതായത് 10, 10th, 12th അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു ജോലി കിട്ടാൻ പാകത്തിനുള്ള ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു കോഴ്സോ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ്. പെൺകുട്ടികളെ മാരേജ് ചെയ്ത് വിടാൻ ഉദ്ദേശിക്കുന്ന പാരൻസ് അവരുടെ കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ്, ഒരു ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ ഡിഗ്രി വരാം, ഡിപ്ലോമ വരാം. പറ്റുമെങ്കിൽ ഒരു ഡിഗ്രി തന്നെ എടുത്തു വെക്കുക. മാരേജ് ഫിക്സ് ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ മക്കളെ മാരേജ് ചെയ്യാൻ വരുന്ന ചെറുക്കനോടും അവരുടെ ബന്ധുക്കളോടും എൻ്റെ മോൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവളെ ജോലിക്ക് വിടണം എന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. അവൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്, അവളെ ജോലിക്ക് വിടണം. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടിയും തന്നെ ജോലിക്ക് കല്യാണം കഴിക്കാൻ വരുന്ന ആളോട് എനിക്ക് ജോലിക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുക. അപ്പോൾ അവർക്കും തന്നെ ഒരുപക്ഷെ ഇൻലോസിനോ അല്ലെങ്കിൽ കെട്ടാൻ വരുന്ന ചെറുക്കനോ അവർക്ക് ജോലിക്ക് പറഞ്ഞേക്കാൻ, അവരുടെ കെട്ടിക്കൊണ്ടിരുന്ന കുട്ടീനെ ജോലിക്ക് പറഞ്ഞേക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരാ മാരേജിൽ നിന്ന് വിട്ടുപോയിക്കോളും. അതാകുമ്പോൾ പ്രശ്നമില്ല. മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ വാക്ക് മാറ്റുന്ന ഇൻലോസും ഭർത്താവും ഒക്കെ എന്താ നമ്മളെപ്പോഴും കാണുന്നതാണ് നമ്മളെ ചുറ്റുവട്ടത്ത്. അപ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ലൈഫിന് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ വാക്കിന് വിലയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വലിയൊരു സംഭവമാണ് നമ്മളെ എഡ്യൂക്കേഷന്. അത് മുറുകെ പിടിക്കുക. നമുക്ക് ഒരുപക്ഷെ ഒരു വലിയ കോഴ്സുകളൊന്നും പഠിക്കാൻ പറ്റിയെന്നില്ല നമ്മുടെ ജീവിത സാഹചര്യത്തിൽ. പക്ഷെ നമ്മൾ +2 ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10th കഴിയുമ്പോഴേ നമ്മളൊരു എയിമിലെത്തുക. എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കണം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 വർഷത്തിനിടയ്ക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ 3 വർഷത്തിനിടയ്ക്ക് ജോലി കിട്ടും, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാസ്റ്റർ ഡിഗ്രി ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ വേണം നമ്മുടെ മൈൻഡിൽ. ഒരു എയിമും ഇല്ലാതെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഭയങ്കര ക്യൂട്ടായി ഇന്നസെൻ്റായിട്ട് നടക്കുക, ഇതൊന്നും ലൈഫിൽ എപ്പോഴും പോസിബിൾ അല്ല. നമുക്ക് പ്രായത്തിൻ്റെതായ പക്വത കാണിച്ചേ മതിയാവുള്ളൂ. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും കുറച്ചും കൂടെ ഒരു വിജിലൻ്റ് ആയിരിക്കണം. നമ്മൾ ഒറ്റപ്പെട്ടാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള നമുക്ക് ആ ഒരു ഉറപ്പ് വേണം. എന്നാലേ നമുക്ക് എന്തിനേയും നല്ല ബോൾഡായിട്ട് നേരിടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആരുടെങ്കിലുമൊക്കെ അണ്ടറിലായിരിക്കും ഈ പറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മുടെ മാരേജ് കഴിഞ്ഞു. മാരേജിന് മുന്നേ എല്ലാത്തിനും വില്ലിങ് ആയിരുന്നു. നിന്നെ ജോലിക്ക് വിടാം, നിൻ്റെ സ്റ്റഡീസ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമില്ലായ്മ കൊണ്ട് നമുക്ക് ഒരുപക്ഷെ കരിയർ ബ്രേക്കോ സ്റ്റഡീസിൽ ബ്രേക്കോ വന്നിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ലൈഫ് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണോ വേണ്ടത്? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കരിയർ ബ്രേക്കാണ് നമുക്ക് വരുന്നതെങ്കിൽ ഒരുപക്ഷെ 1 വർഷമോ 2 വർഷമോ ഇൻ ബിറ്റ്വീൻ അതിൽ ഒരു ബേബി വന്നിരിക്കും. അപ്പം നമുക്ക് ബേബിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണോ പഠിച്ചത് അതിൽ നിന്ന് തെച്ചു വിടാതെ എപ്പോഴും
അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ CV ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എനിക്ക് ജോലി വേണം, എന്തെങ്കിലും നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ എന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുക. ഇത് ഇൻലോസ് അറിയേണ്ട ആവശ്യമില്ല. ഭർത്താവിനോട് നമ്മൾ നിരന്തരമായിട്ട് പറയുക, എനിക്കിപ്പോൾ ഒരു ബേബി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് എടുക്കാം, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകണം, കുട്ടി ഒന്ന് സ്റ്റേബിളൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകണം. നല്ല സ്നേഹത്തിൽ തന്നെ പറയാം. ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഒരു വ്യൂ, നമുക്ക് ജോലിയിൽ ഉള്ള താല്പര്യം ഒരുപാടുണ്ടെന്ന് അവരറിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബേബീനൊക്കെ പ്രസവിച്ചു, അപ്പോഴൊക്കെ നമ്മളോട് സ്നേഹം കൂടുകയാണ് ചെയ്യുക നോർമലി. അപ്പം നമ്മൾ നല്ല സമയങ്ങളിലൊക്കെ പറയാം, എനിക്ക് ജോലിക്ക് പോകണം, എന്നെ ഹെൽപ്പ് ചെയ്യുമോ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതം ഒന്നും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പൊതുവെ ഭർത്താവിനെ കൺവിൻസ് ചെയ്താൽ തന്നെ ഇൻലോസും നമ്മുടെ രീതിയിലേക്ക് വരും. ചിലർക്ക് ടൈം എടുക്കും, പക്ഷേ എന്നാലും നമുക്ക് ഹോപ്പുണ്ട്. ഇനി നമുക്ക് സ്റ്റഡീസിൽ ബ്രേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യം നോക്കാം. നിങ്ങൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ്, ഏതാണോ കോഴ്സ്, അതിനെപ്പോഴും നിങ്ങൾ ടച്ച് വിടാതെ നോക്കുക. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടും അവരുടെ അടുത്തുനിന്ന് മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടുകാരറിയാതെ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുക. നമുക്ക് എപ്പോഴാണോ സാഹചര്യം ഒത്തുവരുന്നത്, പക്ഷേ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എപ്പോഴാണോ നമുക്ക് സിറ്റുവേഷൻ നമുക്ക് മാച്ചായിട്ട് വരുന്നത്, ആ സമയത്ത് നമ്മൾ ഒരു മടിയും കൂടാതെ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ നോക്കുക. നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബ്രൈറ്റൻ ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്റ്റഡീസ്. ഒരു പക്ഷേ ചെറിയ ഏജിൽ 10, 20, 21 വയസ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. പക്ഷെ പോകെ പോകെ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് വരിക, നമ്മൾ ഈ കാണുന്ന കളേഴ്സ് ഒന്നുമല്ല ലൈഫിനുള്ളത്, കുറച്ചുകൂടെ ഡാർക്ക് ആൻഡ് ഷെയ്ഡ് കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ മനസ്സിലാവുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. ആ സമയത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ സ്റ്റഡീസ് ബ്രേക്ക് ആയവരാണെങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും ഒക്കെ, അതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ പാകത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ പരമാവധി പഠിക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ഇനി വേറൊരു ടോപ്പിക്കിട്ട് വരാം. താങ്ക് യു സോ മച്ച്.